അപ്പൊ നമുക്ക് ഫുഡ് എടുക്കാൻ പോവാ അല്ലേ? ഒറ്റയടിക്ക് ഇത്ര വെറൈറ്റീസ് ചിലപ്പോ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടായിണ്ടാവില്ലേ? ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഹരിയേട്ടൻ്റെ സ്വന്തം തൃശ്ശൂർ ഫിഷ് ഫാമിലാണ്. 1-to-1 ഫിഷ് ഫാം എന്നും പറയും. തൃശ്ശൂർ ഫിഷ് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കാർപ്പ്, അതേമാതിരി ചെന്ന വെറൈറ്റി, അതുപോലെ തന്നെ ഗപ്പി വെറൈറ്റി, അതുപോലെ തന്നെ കുറച്ച് ഏഞ്ചൽ വെറൈറ്റികൾ, പിന്നെ അതേമാതിരി തന്നെ പഫർ ഫിഷ്, അങ്ങനത്തെ കുറച്ച് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുള്ള ഒരു കിടിലൻ ഫാമാണ് ഇവിടെ ഈ കാണുന്ന ഈ ഏരിയ മുഴുവൻ. എന്താ പറയുക, ഫാമിൻ്റെ അതായത് ഫിഷിൻ്റെ വെറൈറ്റീസാണുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ കൂടെ ഹരിയേട്ടുണ്ട്. അപ്പോൾ ഹായ് ഹരിയേട്ടാ, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഹരിയേട്ടാ, നമ്മുടെ ഈ ഫാം എവിടെയാന്നുള്ള ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഇത് തൃശ്ശൂർ ജില്ലയില് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഏകദേശം നമ്മൾ എത്ര വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട്? ഇപ്പൊ ഏകദേശം ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു തുടങ്ങിയിട്ട് 7 വർഷം. 7 വർഷം. അതിന് മുന്നേ ഉണ്ടായിരുന്നു ചെറിയ തോതിലൊക്കെ? അതിന് ചെറിയ ഹോബിസ്റ്റ് എന്നുള്ള രീതിയിൽ, ചെറിയ രീതിയിൽ. ഓക്കെ, ഇപ്പൊ മുഴുവനായിട്ട് ഫുള്ളി ഇത് തന്നെയാണ്? ഇപ്പൊ ഇതിൽ തന്നെയാണ്. ഇപ്പൊ ഏകദേശം എന്തൊക്കെ വെറൈറ്റി അപ്പൊ നിലവിൽ ചെയ്യുന്നത്? നമുക്ക് മെയിൻ ആയിട്ട് കോഴി ഫിഷ് വെറൈറ്റീസ് ഉണ്ട്, സിക്ലിഡ് വെറൈറ്റീസുകളുണ്ട്, ഗപ്പി വെറൈറ്റീസുകള്, അതുപോലെ കാറ്റ് ഫിഷ് വെറൈറ്റീസുകള്, മോളി വെറൈറ്റീസുകള്, ഹൈബ്രിഡ് മോളീസുകളുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മോണിസ്റ്റർ ഫിഷുകളും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതൊക്കെ നിലവിലിപ്പോ നമുക്ക് ഇവിടെ കൊടുക്കാനും ഒക്കെ കൊടുക്കാനുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാല് ഓർഡർ അനുസരിച്ച് നമുക്ക് എങ്ങനെ കൊറിയർ എല്ലാ ഫിഷുകളും ഇല്ല, കുറച്ച് ഫിഷുകൾ മാത്രം കൊറിയർ ചെയ്യാനുള്ള. ചെറിയ ഫിഷുകളും പിന്നെ കുറച്ച് അത്യാവശ്യം പ്രൈസ് ഒക്കെ വരുന്നത്. വളരെ ചീപ്പ് ഫിഷുകളൊന്നും അങ്ങനെ കൊറിയർ ചെയ്യാറില്ല. കാരണം ചിലപ്പോൾ ഒരു 100 രൂപയുടെ ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 150 രൂപ കൊറിയർ ചാർജ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഫിഷുകളൊന്നും ചെയ്യാറില്ല. നമുക്ക് എന്നാലും ഓരോ വെറൈറ്റി നമുക്ക് കണ്ടുപോയാലോ? കണ്ടുപോകാം. പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഏത് വെറൈറ്റി നമുക്ക് കാണാൻ പോണേ? ഇതില് ഒരു വെറൈറ്റി അല്ല, ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. അവിടെ മിക്സഡ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു വലിയ പോണ്ടാണ്. വലിയ പോണ്ടല്ലേ? ഇതില് കോഴി വെറൈറ്റി, കോഴി ഫിഷ് ആണ് കൂടുതൽ കോഴി ഫിഷ് ഇതില് കോഴി ഫിഷുകളുണ്ട്. അതുപോലെ തന്നെ ടിൻ ഫോയിൽ ഉണ്ട്, ഗൗര വെറൈറ്റീസുകളുണ്ട്, അതുപോലെ തന്നെ ആൽബിനോ ഷാർക്ക്, പിന്നെ ആൽബിനോ ഹെക്കലി, ഗ്രീൻ ടെറർ, ബ്ലൂ അക്കാര, പോളാർ ബ്ലൂ, പോളാർ വൈറ്റ്, ടൈഗർ ഫിഷ്, അങ്ങനെ ഒരുപാട് മിക്സറുള്ള ഒരു പോണ്ടാണ്. എല്ലാ സൈസും വരുന്നുണ്ട് അല്ലേ? എല്ലാ സൈസുകളും വരുന്നുണ്ട്. കുറെ കാലങ്ങളായിട്ട് നമ്മള് പല സമയത്ത് ഇട്ടിട്ട് എടുത്തിട്ടായിരിക്കും അല്ലേ? പക്ഷെ ഭയങ്കര രസമാണ്. ഇപ്പൊ വെള്ളം കുറച്ച് മോശമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അണ്ടർ വാട്ടർ ഒക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പോണ്ടാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് മെയിൻ ആക്കി സെറ്റ് ആക്കി വെച്ചാലേ. അപ്പൊ ഇതിപ്പോ ഇപ്പൊ ഫുഡ് കൊടുത്തില്ലേ അല്ലേ? കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ അത് തന്നെയാണ് അത്ര അവർക്ക് ആവശ്യമില്ലാത്തത്. അത് ശരി. ഇതിപ്പോ അത്യാവശ്യം കൊടുക്കാണ്ടാവില്ലേ നമ്മളിപ്പോ? കോഴി ഫിഷുകള് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഇപ്പൊ. കളക്ഷൻ ഉണ്ടല്ലേ? പക്ഷെ കോഴി ഫിഷ് കൊറിയർ ഇല്ല. കാരണം വെച്ചാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാല്ലേ. ഇതിപ്പോ കറക്റ്റ് പ്രോപ്പർ നമ്മളെ പെരിങ്ങോട്ടുകരല്ലേ? പെരിങ്ങോട്ടുകര 3 കുട്ടി സെന്ററിന്റെ അടുത്താണ്. നമുക്ക് ഫിഷ് ഫാം തൃശ്ശൂർ ഗൂഗിൾ മാപ്പില് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ടല്ലോ? ഓക്കെ. ഇപ്പൊ നല്ല അടുത്ത വെറൈറ്റിയിലേക്ക് ഇങ്ങോട്ട് പോയാലോ? കോഴി ഫിഷ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 15 രൂപ തൊട്ടുള്ള സ്റ്റാർട്ട് ചെയ്യണുണ്ട്. റീറ്റെയിൽ പ്രൈസ് ഇട്ടാ. റീറ്റെയില് 15 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് കോഴി ഫിഷുകളുണ്ട്. ഒരു 2 അടിക്ക് അടുത്ത് സൈസ് വരുന്ന കോഴി ഫിഷുകളുണ്ട്. അപ്പൊ കോഴി ഫിഷ് ആണെങ്കിൽ കണ്ടുവരുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കോഴി വെറൈറ്റിയിൽ ചെറിയ സൈസ്, ഏറ്റവും ചെറിയ സൈസ്, ചെറിയ സൈസ്. ഇത് എത്ര സൈസ് വരുന്നത്? ഏകദേശം 2.5 ഇഞ്ച്. 2.5 ഇഞ്ചിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇത് തന്നെയല്ലേ നമുക്ക് ശരിക്കും ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനത്തെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് നമ്മളായിട്ട് ഒരു ഇത് വരുള്ളൂ. കുറച്ച് ഫിഷുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും പേടിയായിരിക്കും. നമ്മള് തീറ്റ കൊടുക്കാൻ വരുമ്പോഴും ഏതെങ്കിലും മൂലയ്ക്ക് പോയി കിടക്കുള്ളൂ. പക്ഷെ ഒരുപാട് ഫിഷുകളാണെങ്കിൽ അവർക്ക് ഒട്ടും പേടി ഉണ്ടാവില്ല. നമ്മള് വരുമ്പോഴേക്കും എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. ഇതിപ്പോ എന്ന് ഇതിൽ നിന്ന് പിടിക്കണതാ. എന്നാലും അവർക്ക് ആ ഫുഡ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ വരുമ്പോഴേക്കും എല്ലാവരും കൂടി ഇതിപ്പോ എല്ലാ ദിവസവും പിടിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കുന്നതാണ്. ശരി. ഇത് വരുന്നത് 2.5. ഇത് 2.5 ഇഞ്ച്. ഇത് റീറ്റെയിൽ പ്രൈസ് 15 രൂപയാണ് വരുന്നത്. ഹോൾസെയിൽ ആകുമ്പോ കുറയും.
കുറയില്ല. ഇതാവുമ്പോ നമ്മള് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഫിഷുകളാണ്. അങ്ങനെയാണ്. കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി കണ്ടീഷൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചതുകൊണ്ട് പിന്നെ ആ വെള്ളത്തിലൊന്ന് സെറ്റ് ആവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വരുള്ളൂ. വേറെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന്റെ മേലെ വരുന്നതാണ് ഇത് കുറച്ചുകൂടി സൈസ് ഉള്ള. ഇത് കുറച്ചുകൂടി സൈസ് ഉള്ളത്. ഇത് എത്ര സൈസ് ആയത്? ഒരു അതിന് മേലേക്ക് വരുന്ന സൈസ് തൊട്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി മാത്രമേ നമ്മളിവിടെ ചെയ്യണുള്ളൂ. അപ്പൊ 15 ഈ ചെറിയ സൈസിൽ വരുന്നത് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയാണ്. ഈ ഒരു അതിന് മേലേക്ക് വരുന്ന സൈസ് തൊട്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ചെയ്യാറുള്ളൂ. കാരണം വളരെ മോശം ക്വാളിറ്റി കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഭംഗി കിട്ടില്ല, ഭംഗി പോവാ. ഇതൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് ശരിക്കും എങ്ങനെയാ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എങ്ങനെയാ സ്റ്റാർട്ടിങ് എങ്ങനെയാ വരുന്നത്? ഇത് റീറ്റെയിൽ വരുന്നത് ഇത് 5 ഇഞ്ചിന്റെ ആണ്. 5 ഇഞ്ച് 300 രൂപയാണ് ജോഡി. 300 രൂപ പേര്. ഇതിന് തൊട്ട് അടിയിലുള്ളതാണ് അവിടെ കിടക്കുന്നത്. 4 ഇഞ്ച് പ്ലസ് ഉള്ള അതിന്റെ അപ്പുറത്ത് ഇതല്ലേ? ഇത് തൊട്ട് മുകളിലാ? അല്ല, തൊട്ട് താഴെ. ഇത് 250 രൂപ ജോഡി. 250 രൂപ ജോഡി വരുന്നത്. ഇതിലും 1-2 വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതില് മിക്സ്ഡ് ആണല്ലോ, വെറൈറ്റീസ് ആണ്. പക്ഷേ കോഴിക്കാർപ്പ് ഇനത്തിൽപ്പെട്ട മിക്സ്ഡ് വെറൈറ്റീസ് നല്ല ക്വാളിറ്റി ആയിരിക്കും. കാരണം നമുക്ക് ഇതിനും ഡിം കളേഴ്സും ഒക്കെ കിട്ടും. പക്ഷെ അവര് വലുതാവും തോറും ആ ക്വാളിറ്റി ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാവില്ലേ. പിന്നെ ഈ ഒരു പോണ്ടിൽ എടുക്കുന്നത് ഇമ്പോർട്ടഡ് കോഫിഷ്യലാ. പക്ഷെ വെള്ളം ഭയങ്കര മോശമാണ്. ഫുള്ളി ഇമ്പോർട്ടഡ് ആണല്ലേ വരുന്നത്? ഫുൾ കുറച്ച് ഉണ്ട്, ഇന്ത്യൻ ബ്രീഡ് ഉണ്ട്. ഒരു വിധം 90% ഇതിൽ ഇമ്പോർട്ടഡാ. ഇതിപ്പോ കുറച്ച് കലങ്ങിയുള്ള കാണാനും പറ്റുന്നില്ല. പിന്നെ വരും തോന്നില്ല അങ്ങോട്ട്. ഇതും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ഇവിടെ ബ്രീഡിങ്ങിന് വെച്ചതാണോ? അല്ല, ബ്രീഡേക്കും ചെയ്യാം, കൊടുക്കാനുള്ള തന്നെയാണ്. നമ്മളിപ്പോ ഏകദേശം ഒരു എത്ര സൈസിലാ ശരിക്കും ഒരു ബ്രീഡിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് വരിക ശരിക്കും? ഞാൻ ഇപ്രാവശ്യം ഇപ്പൊ ബ്രീഡേക്കാൻ 2 ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു 1.5 അടി ഒരു സൈസിലൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത്. ആ ഒരു സൈസിലാണ് കൂടുതലും ഞാൻ എടുക്കും. അപ്പോഴാണ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കുട്ടികളെ കിട്ടുള്ളൂ. ഒരു ഫീമെയിലും 2 മെയിലും ആ ഒരു ഹോർമോൺ ഇൻജെക്ട് ചെയ്തിട്ടാണ്. അങ്ങനെയല്ലേ വരുന്നത്? നമുക്ക് ഏകദേശം എത്ര കുട്ടികളെ വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്? അതായത് ഒരു സർവൈവ് ചെയ്തെടുത്തിട്ടൊക്കെ അത് നമ്മൾ നോക്കണ പോലെയാണ്. എന്നാലും ഏകദേശം അപ്രോക്സ് എത്ര കുട്ടികൾ ഉണ്ടാവും? നമുക്കൊരു അത്യാവശ്യം വലിയ ഫിഷ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10-20,000 കുട്ടികളെങ്കിലും വിരിഞ്ഞു കിട്ടും. പക്ഷെ അതിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് അതില് കുട്ടികൾ കുറച്ച് ജമ്പേഴ്സ് എന്ന് പറയും. ഒരു കുറച്ച് വലുതായി പെട്ടെന്ന് അവര് ഈ ബാക്കിയുള്ള കുഞ്ഞു കുട്ടികളെ പിടിച്ചു തന്നു. അപ്പൊ അങ്ങനെ കുറെ കുറഞ്ഞു പോയി. പക്ഷെ വലിയ പോണ്ടൊക്കെയാണ് നമുക്ക് കൂടുതൽ കുട്ടികളെ കുറച്ചുകൂടി സർവൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ, കുഞ്ഞു ടാങ്കിലൊക്കെ ആകുമ്പോഴാണ് വേഗം അവര് കഴിച്ചു പോവുക. അതാണ്. പിന്നെ നന്നായിട്ട് ഫീഡ് കൊടുക്കണം, നല്ല പ്രോപ്പർ ആയിട്ട്. ഇത് എന്താ ശരിക്കും ഇപ്പൊ ഫീഡ് എന്താ ശരിക്കും കൊടുക്കുന്നത്? വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിമിയ വിരിച്ച് തന്നെ കൊടുക്കണം. ആർട്ടിമിയൊക്കെ നല്ല പൈസയല്ലേ? പൈസ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പൊ കൊടുക്കുന്ന പെല്ലറ്റ്സ് ആണോ? കുട്ടികൾക്ക് കൊടുക്കണം, ബാക്കിയുള്ളവർക്കൊക്കെ പെല്ലറ്റ് ഫീഡ്. അതിനെങ്ങനെ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ നമുക്കൊരു 1 ഇഞ്ച് മേലെ തൊട്ടിട്ട് നമുക്ക് ഈ ഒരു നല്ല പ്രോട്ടീൻ ഉള്ള പെല്ലറ്റ് പോവാം. അതിനും തൊട്ട് താഴേക്ക് വേണമെങ്കിൽ ഗപ്പിക്ക് കൊടുക്കണ ഫീഡ്, പ്രിൻസിന അല്ലെങ്കിൽ ഇന്റാന്റെ തീറ്റയൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കല്ലേ? ഇപ്പൊ നിലവിലിപ്പം ചെറിയ മക്കൾക്ക് എപ്പോഴും കൊടുക്കുന്നത് ഒന്ന് ലെവലായി വരുന്നവരെ ഏറ്റവും ചെറുപ്പത്തിൽ ആർട്ടിമി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാലും അതിനുള്ള ഇത്തിരി പൈസ പോയാലും അതിനുള്ള റിസൾട്ട് കിട്ടില്ലേ? 2-3 നേരം കൊടുക്കണം. 2-3 നേരം കൊടുക്കണം. അതല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു 2-3 വീക്ക് ഉണ്ടല്ലോ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ കുട്ടികളെ കെയർ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടില്ല. അല്ലെങ്കിൽ കിട്ടില്ല, മുഴുവനായിട്ട് അത് സർവൈവ് ചെയ്തെടുക്കാനും പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോ കോഴി വെറൈറ്റീസ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഇഞ്ചസ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ ഇനി അടുത്ത ഇതിലേക്ക് നമ്മളിപ്പോ അടുത്ത് വേണമെങ്കിൽ നമുക്ക് ഏഞ്ചൽ ഫിഷ് ഉണ്ട്, നല്ല മോളി വെറൈറ്റീസ്. നമുക്ക് ഇവിടെ ഒരു വലിയൊരു മോൺസ്റ്റർ ഫിഷ് ഉണ്ടല്ലോ, നമ്മുടെ അരാപ്പയ്മ. ഒന്ന് നമുക്ക് കണ്ടുവന്നാലും അപ്പയ്മക്ക് ഫുഡ് എടുക്കാൻ പോവാ അല്ലേ? അത് അയിലയാ കൊടുക്കുന്നത്. നമ്മള് കൊടുക്കാൻ പോവാണ്. പഠിച്ചു പോയാലോ? അവിടെതാ അച്ഛൻ ഉണ്ട്. ഓ, ഒന്നടേ
അതിൽ ഒരാൾക്കെന്നേക്ക് കിട്ടല്ലേ ഡെയിലി 1 കിലോ മീൻ വേണം. 1 കിലോ മീൻ അതിനും കൂടുതൽ കഴിക്കും. പക്ഷെ അവൾ 1 കിലോ നിർത്തും. 1 കിലോ നിർത്തും, കാരണം മീനിന്റെ വില കൊണ്ട്. വെള്ളം കലങ്ങി കിടക്കുക അല്ലേ? അത് ചിലപ്പോ അതെങ്ങനെയായാലും കലങ്ങും അല്ലേ? ഇല്ല, അതിന്റെ മോട്ടർ കേടായി, ഇതിന്റെ ഫിൽട്രേഷന്റെ. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്ക. ഇപ്പൊ ആ വെട്ടല് മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പോണ ഇത് 2 അല്ലേ? ഇത് എങ്ങനെയാ ഫീമെയിൽ മെയിൽ അങ്ങനെ കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലേ? അല്ല, നോക്കാൻ പറ്റുമായിരിക്കും. ഞാൻ അതിനെ പറ്റി നോക്കിയിട്ടില്ല. ഒരേ സൈസ് തന്നെയാണ്? 2 ഒരേ സൈസ്, 4 അടി ഉണ്ട്. 4 അടി ഉണ്ട് അല്ലേ? ഇനി ഇത് വലുതാവില്ലേ? ഇത് വലുതാവും അല്ലേ? അത്യാവശ്യം വലുതാവില്ലേ ഇത്? പക്ഷെ എന്നാല് ഇതിപ്പോ ഒരു 2.5 വർഷത്തെ വളർച്ചയാ. അത് ആ ഷീറ്റ് മാറ്റാൻ വേണ്ടി ഇതിലേക്ക് ആക്കിയതാ. പിന്നെ അതിലായി. ഇത് സീക്രട്ട് വെറൈറ്റിയിൽ വരുന്നതാ. ഇത് ഏതാ ശരിക്കും വെറൈറ്റി വരുന്നത്? ഇത് ഗോൾഡൻ ആർഗസ് ഉണ്ട്, പ്ലാറ്റിനം ആർഗസ് ഉണ്ട്. പിടിച്ചാണ് ഒന്ന് നമുക്ക് കണ്ടോക്കാം. നമ്മളിപ്പോ പറഞ്ഞ വെറൈറ്റി ആണ് ഇത്. നമ്മളെ സ്നേക്കഡ് വെറൈറ്റി ആണോ? അത് ശരി. ഇത് ശരിക്കും എന്താ അതിന്റെ പേരെന്താ ശരിക്കും വരുന്നത്? ഗോൾഡൻ ആർഗസ്. ഗോൾഡൻ ആർഗസ്. നമുക്ക് പൈത്തന്റെ ഒക്കെ മേലുള്ള പോലെ പുള്ളികള് കേട്ടൊരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ, നമ്മുടെ വരാലിന്റെ ഒക്കെ ഒരു ഇതിൽപ്പെട്ട ഒരു തന്നെയാണ് അല്ലേ? ഇത് മോൺസ്റ്റർ തന്നെയാണോ ശരിക്കും? ഒരു ഭയങ്കര 3 അടി വരെ വലിപ്പം വരാ. വലിപ്പം വെക്കുന്നില്ല അല്ലേ? അത്യാവശ്യം പ്ലസ് ഉണ്ട്. ഇത് ബ്രീഡിങ് എങ്ങനെ എന്തായത്? ഇല്ല, ബ്രീഡ് ഇല്ല. ഇതിപ്പോ എങ്ങനെയാ ഇത്? ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇത് 5,000 ഒരു പീസിന് അല്ലേ? ഓഹോ, ശരി ശരി. എന്റെ തന്നെ പ്ലാറ്റിനം ഉണ്ട്. ഇതിന് കളർ വെറൈറ്റി വേറെ? ചാടിക്കളഞ്ഞു. പോയി ചാടി അപ്പുറത്തേക്ക് ചാടി. ഇതും വേറെ ഒരു ഇങ്ങനത്തെ ഈ വലുതായി കഴിഞ്ഞാൽ ഈ ഒരു തന്നെയാണ് സിൽവർ കളർ. ഇതും ഇതിന് മറ്റേനെക്കാട് മറ്റേ വലുപ്പല്ലേ? മറ്റേനെക്കാടും ഫുള്ള് ഒരു ഇപ്പൊ സൈഡിലുള്ള കളർ ഉണ്ടല്ലോ, അത് വലുതാവും തോറും നന്നായി കയറി വരും. ഇപ്പൊ നമ്മള് വെറുതെ ഒരു പോണ്ടിലിട്ടാരാണ് കളർ കയറാത്ത. അക്കോറത്തിലൊക്കെ ആണെങ്കിൽ നല്ല കളർ കയറും അല്ലേ? നമ്മൾ അക്കോറത്തിലൊക്കെ പറ്റിയൊരു തന്നെയാണ് അല്ലേ? ഒരൊറ്റ ഫിഷൊക്കെ ആയിട്ട് അരോണൊക്കെ വളർത്തില്ലേ? അതേമാതിരി അതുപോലെ വളർത്താൻ പറ്റില്ല. ശരി. ഇനി ഫുഡൊക്കെ എന്താ ശരിക്കും? മീനിറച്ചിയൊക്കെ തന്നെ. അതൊക്കെ തന്നെ. അതിന് ചെലവുള്ള സാധനം തന്നെയാണ്. അവിടെ ശരിക്കും പറഞ്ഞാ ചെന്ന വെറൈറ്റീസ് കുറെ ഉണ്ട്. ചിലപ്പോ ഒറ്റയടിക്ക് ഇത്ര വെറൈറ്റീസ് ചിലപ്പോ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ തന്നെ നിലവില് ഇത് പ്ലാറ്റിനം ആർഗസ്, ഗോൾഡൻ ആർഗസ്, അതുപോലെ തന്നെ ആൽബിനോസ് ട്രയാറ്റ, ഇതില് റെഡ് ബെറിട്ടോ ഉണ്ട്, റെഡ് മാറും ഉണ്ട്, യെല്ലോ മാറും ഉണ്ട്, ഏഷ്യാറ്റിക്ക റെഡ് സ്ട്രൈപ്പ്, ഏഷ്യാറ്റിക്ക വൈറ്റ് സ്പോട്ടഡ്, പഠിച്ചെടുക്കണോ? ഏഷ്യാറ്റിക്ക കലിമയ, അതുപോലെ തന്നെ മൈക്രോപെൽസ്, ഡിപ്ലോഗ്രാമ, ബ്ലൂ പൾച്ചറ, ഗോൾഡൻ ബ്ലൂ പൾച്ചറ, പിന്നെ ഏകദേശം ഇത്ര ഐറ്റംസുകൾ കുറച്ച് കണ്ടാലോ? കുറച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എവിടെയും കിട്ടുന്നതാണല്ലോ. നമുക്ക് കുറച്ച് ചെന്ന വെറൈറ്റീസ് കാണാന്നാല്. ഒരൊറ്റ കടയിലും എന്റെ അറിവിലില്ല വെറൈറ്റീസ്. ഞാനിത് ഇങ്ങനെ കുറെ നാളുകളായിട്ട് തന്നെ കളക്ട് ചെയ്ത് കിട്ടിയതാ അല്ലേ? കൊണ്ടുവരുന്നത്. നമുക്ക് എന്നാ കുറച്ച് ചെന്ന വെറൈറ്റീസ് കാണാം. നമുക്ക് ആൾക്കാരുടെ ഇടയിൽ അധികം ചെന്ന വെറൈറ്റീസ് എത്തിണ്ടാവും. ഇതിപ്പോ നമ്മള് കണ്ടത് പ്ലാറ്റിനം ആർഗസും ഗോൾഡൻ ആർഗസും ആണ്. ഈ ടാങ്കില് റെഡ് ബെറിട്ടോ ആണ് എടുക്കണത്. നമുക്കത് കണ്ടാളാ. ഇതൊക്കെ ചെറുതുകളാണ് കേട്ടോ. മതി, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ. ഇതിന്റെ വെറൈറ്റി എങ്ങനെയാണെന്നുള്ള അറിയാലോ. ഇതൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയാ, ഫുഡിന് മാത്രമേ എക്സ്പെൻസ് ഉള്ളൂ അല്ലേ? ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പം വാട്ടർ ഇതൊക്കെ എങ്ങനെയാ? വെള്ളമൊന്നും ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. സർവൈവ് ചെയ്തെടുക്കൂല. ഇപ്പൊ ഇതൊക്കെ വെള്ളം കണ്ടില്ലേ, വളരെ മോശമായിട്ടൊക്കെ കിടക്കുന്നത്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്താൽ മാത്രം മതി. ഫീഡ് ചെയ്താൽ മതി അല്ലേ? പിടിക്കാനാണ് ടാസ്ക് അല്ലേ? സ്നേക്ക് വെറൈറ്റി ആയ കാരണം ചാടി പോവും. റെഡ് ബെറിട്ടോന്റെ കുട്ടികൾ. ഇത് ചെന വെറൈറ്റി തന്നെ വരുന്ന റെഡ് ബെറിട്ടോ.
ഒരു കുട്ടികളായ കാരണമാണ് കളറില്ലാത്തത്. ആഹാ, ഇത് എങ്ങനെയാ കളർ? എങ്ങനെയാ? റെഡ് കളർ വരും? റെഡും ബ്ലാക്കും കൂടിയിട്ട് വരും. ഓ, നല്ലൊരു വെറൈറ്റി തന്നെയാണല്ലേ ഇതും? വളരെ റയർ വെറൈറ്റിയാ. ഓ, ഇത് അങ്ങനെ കിട്ടാറില്ല. ഒക്കെ പൊതുവെ എല്ലാവരുടെയും കിട്ടുന്നത് റെഡ് മാറു എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ആഹാ, ഇത് കറക്റ്റ് ശരിക്കും റെഡ് ബെറിട്ടോ. ഇത് വലുതായത് ഏതെങ്കിലും? വലുതായതില്ല, ഇതിപ്പോ അടുത്താണ് കിട്ടി തുടങ്ങിയത്. പിന്നെ ഇതിന് ശേഷം ഒന്നും വന്നിട്ടില്ല. ഇല്ലേ? അപ്പൊ ഇതിന് ഇവിടെ നമ്മള് വലുതാക്കി നോക്കണം. കുറച്ച് ഞാനിവിടെ എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ മാറ്റി വെക്കും. നമ്മുടെ ഈ ശരിക്കും ഈ വാഹ ഉണ്ടല്ലോ, അതും ഈ ചെന്ന വെറൈറ്റിയിൽ വരുന്നതാണോ? ചെന്ന ഡിപ്ലോഗ്രാം എന്ന് പറയാം. ആണല്ലേ? അത് ശരിക്കും വലുതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കളറ് ഒരു ബ്ലൂയിഷ് കളർ ആവും എന്നൊക്കെ പറയുന്നത്. ബ്ലൂ കളർ വരും ബ്രീഡിങ്ങിന്റെ സമയത്ത് കൂടുതൽ. എല്ലാം ബ്ലൂ ആവുമോ? എല്ലാം ബ്ലൂ ആവും. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുട്ടികളാവുന്ന സമയത്ത് മഞ്ഞ വരാം. ഒരു മഞ്ഞ വരായിരിക്കും. ബ്ലൂ കളറിലേക്ക് വരണമെങ്കിൽ ഒരു 1.5 അടി മിനിമം ആണ്. നമ്മളെ ഈ മറ്റേ ഈ കിണറിലൊക്കെ ഇട്ടാ നല്ല രസമാണ്. കിണറ് കൂടുതൽ ആ ബ്രീഡിങ്ങിന്റെ സ്റ്റേജ് ആവുമ്പോഴാണ് ഒരു മഴക്കാലൊക്കെ കൂടുതൽ കളർ വരാണല്ലേ. 2 അടിയെങ്കിലും ഉള്ള ഫിഷിനാണ് ഉണ്ടായിരുന്നു. ഒക്കെ വലുത് കൊടുത്തു അല്ലേ. പിന്നെ ഒരു 2 അടിക്ക് മേലെ വരുമ്പോ ഇവർക്ക് വൈറ്റ് സ്ട്രൈപ്പുകൾ വന്നു തുടങ്ങും. അപ്പൊ കുറച്ചുകൂടി ഭംഗിയാണ്. ഇതില് 2 വെറൈറ്റി ഉണ്ട്. ഏഷ്യാറ്റിക്ക റെഡ് സ്ട്രൈപ്പും ഉണ്ട്. അല്ല, ഇതില് ഏഷ്യാറ്റിക് അല്ല, ഇതില് യെല്ലോ മാറുക. ഇതിലാണ് ഏഷ്യാറ്റിക്. ഓ, നമുക്ക് കണ്ടുവരാം. ചെറുതായിട്ട് കളർ ഷെയ്ഡ് കയറി തുടങ്ങി. ഒരു യെല്ലോ ഷെയ്ഡ് കയറിയാൽ വന്നു തുടങ്ങിയില്ലേ? ഇത് ഫുള്ള് കയറി വരും. ഓ, അതിനുള്ള ലൈൻ വരും. ഈ ലൈനില്ലേ, ആ ലൈൻ ഫുള്ള് ബ്ലാക്ക് ആവും. ബാക്കി ഫുള്ള് യെല്ലോ കളർ കയറി വരും. ഹെഡ് ഒക്കെ സെയിം തന്നെ, അതിന്റെ ടൈലും സെയിം തന്നെ. ബാക്കി ഇപ്പൊ കാണാനൊക്കെ ഏകദേശം ബ്രാലിന്റെ ഷേപ്പ് തന്നെ അല്ലേ? ആ ഒരു ഷേപ്പ് തന്നെ. ഇത് നമുക്ക് ഇവിടെ എങ്ങനെയാ കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ എല്ലാം കൊടുക്കാനുണ്ട് അല്ലേ? ഈ കണ്ടോണ്ടിരിക്കുന്ന ഏതാ? ഇത് ഏഷ്യാറ്റിക്ക റെഡ് സ്ട്രൈപ്പ് എന്ന് പറയും. ആണല്ലേ? ഒരു യെല്ലോയിഷ് കളറും വരുന്നുണ്ടല്ലോ. റെഡ് ആയിട്ട് വരും. അത് റെഡ് ആയിട്ട് വരും. ഈ യെല്ലോ റെഡ് ആയിട്ട് വരും അല്ലേ? ഇത് നല്ല രസം ഉണ്ടാവില്ലേ? നല്ല രസമുള്ള വെറൈറ്റി അല്ലേ? രസമുള്ള വെറൈറ്റിയാ ഇത്. പക്ഷെ ഈ ഒരു ടാങ്കിൽ എടുക്കണ അത്ര ഭംഗി കുറവ്. ഇത് ശരിക്ക് ഇവർക്ക് ആ ഒരു റെഡിഷ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ടാങ്കിനൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? പിന്നെ അതുപോലെ ലൈറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് അവരുടെ കളർ കയറി വരുന്നത്. യു വി ലൈറ്റ് ആണോ? യു വി ആണോ നോർമൽ ലൈറ്റ്? RGB ലൈറ്റ് എപ്പോഴും നല്ലതാവാ. അപ്പൊ എല്ലാ കളേഴ്സുകളും ഒന്ന് സെറ്റ് ആകും അല്ലേ? ഹൈലൈറ്റ് ചെയ്ത് ഇടും. ഓഹോ, ഇത് എത്ര പിടിച്ചോണ്ടിരിക്കുന്ന? എത്ര സൈസിലാത്? ഇതിപ്പോ ഒരു 10 ഇഞ്ച് ഉണ്ടാവും. 10 ഇഞ്ച് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് വേറൊരു ഇതാണ് പ്രോപ്പർ റെഡ് സ്ട്രൈപ്പ് ആണല്ലേ? ഇതിന് സ്ട്രൈപ്പ് വന്നു തുടങ്ങിയ. പക്ഷെ കളർ കയറി തുടങ്ങിയിട്ടില്ല. കളർ പക്ഷെ വലിപ്പം മറ്റേതാണെങ്കിലും കളർ കയറി തുടങ്ങിയത് അല്ല. അത് നമ്മൾ നേരത്തെ കണ്ടതേ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് വൈറ്റ് സ്പോട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാ. റെഡ് സ്ട്രൈപ്പ് അല്ല. രണ്ട് വെറൈറ്റി വിഷലുണ്ട്. പെട്ടെന്ന് കാണുമ്പോ ഈ ഒരു ഡാർക്ക് വെള്ളത്തിൽ എടുക്കണായിരുന്നേ എല്ലാവരും ഏകദേശം ഒരേ കറക്റ്റ് രണ്ടിനും എടുത്ത് നോക്കുമ്പോഴാണ് കറക്റ്റ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നേ. ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഇവരിപ്പോ. ഏകദേശം ഒരേ, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും അല്ലേ? ഇതിപ്പോ രണ്ടും വൈറ്റ് സ്പോട്ടഡ് തന്നെയാ. വലിപ്പം ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? വ്യത്യാസമുണ്ട്. അത് മെയില് ഫീമെയിലൊക്കെ ആകുമ്പോഴേ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിന്റെ ഈ ഒരു സൈസിലുള്ളത് കൊണ്ട് കൊടുക്കാൻ. പിന്നെ ഇതിന്റെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുഞ്ഞു കുട്ടികളുണ്ട് കൊടുക്കാനുണ്ട് അല്ലേ? ഇതിന്റെ 1 ഫീറ്റ് സൈസും എടുക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു 10 ഇഞ്ച്. നല്ലൊരു കളർ. പെട്ടെന്ന് കളർ കയറി വരും. നല്ലൊരു കളർ ഉള്ളൊരു വെറൈറ്റി ആണല്ലോ. കാരണം ഒരു വൈറ്റും ഇതിങ്ങനെയല്ല കളർ വരാ. ഇതൊരു ഫുള്ള് ബ്ലൂവും ഗ്രീനും വരുമല്ലേ? ഓ, അങ്ങനെയാണോ? ഇതിപ്പോ കുട്ടികളാ. ഇതിപ്പം ബ്ലൂ ആയിട്ട് മാറും. ബ്ലൂവും ഒരു നമ്മളിപ്പോ കാണുന്ന ചില ഈ ഒരു വലിപ്പമുള്ളതൊക്കെ കാണുന്നത് ശരിക്കും വാഹ്യന്റേതല്ല, പൂർണ്ണമായിട്ട് വാഹ്യന്റെ ആയിരിക്കൂല. അപ്പൊ ഈ ഒരു ഇതിലും വരൂല്ലേ? ആണ് ഒറിജിനൽ സാധനം ശരിക്കും. ആണല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോണതും ചെന്ന മൈക്രോപെൽസ് ആണ്. ചെന്ന മൈക്രോപെൽസ് ഇവരാണ് ലോകത്തിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലുപ്പം വരുന്ന വരാൻ. 18 കിലോ വരെ വരും. ചെന്ന മൈക്രോപെൽസ്. ശരി, ഇതാണ് ഏറ്റവും കൂടുതൽ വലിപ്പം വരുന്നത്. വലിപ്പം ഉള്ളതൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കാം. വലിപ്പം ഉള്ളത് ഒരടിയുടെ എടുക്കുന്നുണ്ട്. അതൊന്ന് മറ്റേ അടുത്ത ഒരു ഇതും കൂടെ കാണിച്ചിട്ടേ അന്ന് കാണിച്ചു കൊടുക്കാം.
അപ്പുറത്ത് കണ്ടില്ലേ ഏഷ്യാറ്റിക്ക ആ ആ ഏഷ്യാറ്റിക്ക റെഡ് സ്ട്രൈപ്പിന്റെ കുട്ടികളാണ് ഓ അതിന് കുട്ടികളാണല്ലേ. കുട്ടികൾ. എന്നാലും അത് ഈ ഒരു ടാങ്കിൽ ഉള്ളതുകൊണ്ടാണ് മറ്റേനെക്കാട്ടും കുറച്ചുകൂടി രസം ഭംഗി ഭംഗിയുണ്ട്. ഒരു ബ്ലാക്കിൽ ഇട്ടതുകൊണ്ടായിരിക്കും അല്ലേ. അത് ഓരോ ടാങ്കും ഇതൊക്കെ മാറുന്നതനുസരിച്ചിരിക്കും. നമ്മള് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഫിഷാണ്. നമ്മളെ ഈ ഗപ്പീസിൽ മാറുന്ന മാതിരി തന്നെ അല്ലെങ്കിൽ എല്ലാത്തിലും ഈ അതെ കളർ ചേഞ്ച് എപ്പോഴും ഉണ്ട് അല്ലേ. ഉണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരു ഒരു സാധാ ഒരു ഫിഷിനാണെങ്കിലും തോട്ടിന്ന് ഒരു കരിപ്പിടിനെ പിടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ തോട്ടിന്ന് പിടിക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിരിക്കും. അതിന് നമ്മളൊരു വൈറ്റ് ഫ്രിഡ്ജ് ബോക്സിലാ ഒക്കെ കൊണ്ടിട്ടൊക്കെ പിറ്റേ അത് വെളുത്ത് കാണാം. അതുപോലെയാണ് എല്ലാ വിഷയങ്ങളും. നമ്മളൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് കളറാവും, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കളറാവും. അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഏത് കളറാ ഇവർക്ക് കയറി വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. കുറച്ചുകൂടി നല്ല ഡാർക്ക് ആണ് നല്ലത്. ഇതിപ്പോ ഈ ബ്ലാക്കില് നല്ല വെള്ളത്തിൽ കിടക്കണ കാരണമാണ് ഇത്രയും ഭംഗി. അല്ലെ ഈ ഭംഗി ഉണ്ടാവില്ല. ഓരോ പിന്നെ ഓരോ കുട്ടികൾ വരുന്ന അവരുടെ പേരന്റ്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് പോലെ ഇരിക്കണ്ടാവും. ചില ഫിഷുകൾ കുറച്ചുകൂടി കൂടുതൽ ക്വാളിറ്റി. പെല്ലറ്റ്സ് അപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഇല്ല, ഒക്കെ മീൻ തന്നെ. മീൻ തന്നെയല്ലേ. ഇതിപ്പോ നമ്മൾ കാണാൻ പോണത് ചെന്ന വെറൈറ്റി ഇത് ആൽബിനോസ് ട്രയാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ചെന്ന വെറൈറ്റി തന്നെ വരുന്ന അല്ലേ. പ്യൂർ വൈറ്റ്, റെഡ് ഐ ഒക്കെ വരുന്ന പ്യൂർ വൈറ്റ്. ഇതും വലുതാവുന്ന ടൈപ്പ് തന്നെയാണ്. ഇത് വലുതാവണ ടൈപ്പ്. വലുതാവുന്നതാണ്. ശരി. ഇതും കുഞ്ഞൻ സൈസ് തന്നെ. അത് അത്യാവശ്യം നല്ല രണ്ടടിക്ക് സൈസ് വരും. 2 അടി മേലേക്ക് വരും. ശരി. ഇതും അങ്ങനെ ആർഗസിന്റെ അത്ര വരില്ല ആണല്ലേ. ഇതങ്ങനെ മാർക്കറ്റിൽ ഉണ്ടോ എന്താ സ്ഥിതി? ഇതിപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാലങ്ങളായിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷെ അങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് കാലം തന്നെ ആയിട്ടുള്ളൂ. ചെന വെറൈറ്റിയിൽ അങ്ങനെ ഒരു ഇത് അങ്ങനെ കാണില്ല. കാരണം പൊതുവെ ആകെ 2-3 വെറൈറ്റി. പിന്നെ ഇപ്പൊ ഈ അടുത്ത് തന്നെയാണ് എനിക്ക് ഒരു 1-2 കൊല്ലം തന്നെ ആയിട്ടുള്ളൂ ഈ ചെന്ന വെറൈറ്റീസുകളിലേക്ക് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടാ. എനിക്ക് മൈക്രോബെൽസ് എനിക്ക് ഏറ്റവും ആദ്യം വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് ഞാനാ. അത് പിന്നെയാണ് മൈക്രോബെൽസ് തരം കൈ വന്നത്. മൈക്രോബെൽസ് അല്ല നമ്മള് പറഞ്ഞ ഒരു അടിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ ഒരടിയിലുള്ളതുണ്ട്. മൈക്രോബെൽസ് ആണ് ശരിക്ക് ചെന്നൈയിൽ ഒരു രാജാവാണത്. ഭംഗിയില് അല്ല, വലിപ്പത്തിനും കാര്യങ്ങളാണ്. ഭംഗിയില് നമുക്കിപ്പോ നമ്മുടെ ഇന്ത്യൻ സ്പീഷീസ് തന്നെ ആയിട്ടുള്ള ബാർക്ക ചെന്ന ബാർക്കൊക്കെ ഭംഗിയില് മുട്ടാൻ പറ്റില്ല. അടിപൊളിയല്ലേ. വിലയുണ്ട് അതിന്. നമ്മുടെ ഇവിടെ ഇല്ല. അത് 1 ലക്ഷത്തിന് മേലേക്കൊക്കെ വിഷയമാണ്. ഭയങ്കര സൂപ്പർ ആയതാണ്. ശരി. നമുക്ക് എന്നാല് ആ ഒരു സൈസുള്ള മറ്റേ നമ്മുടെ പെൽസില്ലേ, മൈക്രോബെൽസ് അത് കാണിച്ചില്ല. അതിന് മുന്നാണ് നമുക്ക് റെഡ് മാറു, ഏഷ്യാറ്റിക്കൽ തന്നെ കലിമയ എന്ന് പറഞ്ഞിട്ട് കണ്ടുവരാം. ഇതൊക്കെ നമ്മുടെ മീന് കൊടുക്കാൻ വേണ്ടിട്ട് അരിഞ്ഞിട്ടുള്ള കൊടുക്കാൻ വേണ്ടിട്ടല്ലേ. ഇതൊക്കെ മിനിമം ഒരു മൈക്രോബെൽസിന്റെ കുട്ടികളാ. ഇങ്ങനെ കഴിച്ചോളൂ അല്ലേ. കൊടുത്തതിന് കൊണ്ടുപോകണം. അത് കഴിച്ചോളൂ അല്ലേ. കഴിച്ചോളൂ. അതിപ്പോ ഇന്ന് പിടിക്കാൻ നോക്കിയുന്നോണ്ടാണ് പേടിച്ചിരിക്കണേ. അതിന്റെ ഇതിന് എന്താ പറയാ, ടെയിലൊക്കെ ഒരു ബ്ലൂഷ് കളറൊക്കെ വന്നു തുടങ്ങിയില്ലേ. ഇല്ല, ബ്ലൂഷ് കളർ ഇല്ല. അതെന്താ? അതൊരു അത് വേറെ മീനായാലും. വേറെ. ഇതാണ് പുലിവാഹ. പുലിവാഹ അത്യാവശ്യം നമുക്ക് കൊടുക്കാനുണ്ട്. പുലിവാഹ, മയിൽവാഹ എന്നൊക്കെ പറയണ മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയും. പിന്നെ ഇവിടെ കൊടുക്കാനുണ്ട് അല്ലേ, കുട്ടികളെ കൊടുക്കാനുള്ള. ഇപ്പൊ കാണുന്ന ഏതാ? ഇതാണ് ഏഷ്യാറ്റിക്ക. കലിമയ എന്ന് പറയും. കലിമയ നല്ലൊരു എന്താ പറയാ, നമ്മുടെ ആ വാഹനത്തിൽ പെടുന്നതാണോ അല്ലെങ്കിൽ ചെനായനത്തിൽ പെടുന്നത്? ചെന വെറൈറ്റി തന്നെയാണ്. ഇതിൽ ഈ കളർ തന്നെയാണോ വരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? കുറച്ചുകൂടി ഡാർക്ക് ആവും.
ഓഹോ, ഇതിന്റെ നടുവ് കൂടെ ഡോട്ട് ഡോട്ട് ബ്ലൂയിഷ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് കളറായി വരുന്നു. വരും ബ്ലൂ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഒക്കെ ചെറുതായിട്ട് കയറി. ഓഹോ, ശരി. ഇതും ഇപ്പൊ കാണാൻ തന്നെ ഭംഗിയില്ലേ, ജസ്റ്റ് വെറുതെ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വെറുതെ ഇട്ടിട്ടുള്ള ഒരു ഭംഗിയാണ്. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മൾ നല്ല ലൈറ്റ് കൊടുത്ത നല്ല രസമാണ്. ഇതിനൊക്കെ പ്ലാന്റഡിലൊക്കെ ഇടാൻ ആ ഡോർഫ് വെറൈറ്റി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്ലാന്റഡ് അക്വറിയത്തിൽ, അതായത് ഒരു വലിയ അക്വറിയത്തിൽ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഒക്കെ വെച്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. അവര് ഭയങ്കര രസമായി കാണാൻ. നമ്മളിപ്പോ പിടിക്കാൻ പോണത് ഇത് 1 ഫീറ്റിലുള്ള അത് നമ്മുടെ മൈക്രോപെൽസ് അല്ലേ. പിന്നെ ഇതിലൊരു 2 ഫീറ്റിന്റെ അരോണ കിടക്കണ്ട് അല്ലേ. പൈമ വലോട്ടേക്ക് കയറുന്ന ആള് ഓട്ടേക്കൂടെ കയറി ആണ് നമ്മള് പറഞ്ഞ 2 ഫീറ്റ് പ്ലസ് ഉണ്ട്. ഇത് നമ്മുടെ ഇത് ഏതാ ശരിക്കും, ഏത് സിൽവർ ആണ് അല്ലേ. മറ്റേ ആശാൻ ഓടിക്കളഞ്ഞല്ലേ. മറ്റൊരു ഇവിടെ നോക്കട്ടെ. പെട്ടെന്ന് പാറ്റേൺ കയറി തുടങ്ങിയതണ്ട, പാറ്റേൺ കേറിയില്ലേ. ഇത് പുലിവാഹിയാണെങ്കിൽ ഇങ്ങനെ പാറ്റേൺ കയറില്ല, ഇങ്ങനെ റൗണ്ട് വരണ്ട. ഇതില് ഈ വൈറ്റ് കളറിലാണ് ഈ ബ്ലൂ കളർ കയറി വരാം. അങ്ങനെയാണല്ലേ. ഇതിന്റെ കുട്ടികളവിടെ കണ്ട, പക്ഷെ കുട്ടികൾക്ക് അങ്ങനത്തെ കളർ ഉണ്ടാവില്ല, വലുതാവും തോറാണ് ഈ പെട്ടെന്ന് ഈ കളർ കയറി വരാം. ഈ കാണുന്ന വെറൈറ്റി ഏതാ? ഇത് കോയി ഫിഷ് ആണല്ലേ. എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. 15 രൂപ പീസ് വരുന്നത്. 15 രൂപ. ആദ്യമായിട്ട് എടുക്കുമ്പോ 12 രൂപയ്ക്ക് കൊടുക്കും. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോ 12 രൂപ. ഒരു 100 പീസോളം നമുക്കിപ്പോ 100 അത്രയും പീസ് ഉണ്ടാവില്ല. പെട്ടെന്ന് കാണുമ്പോ ഇത്രയും നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ. ഇത് എത്ര സൈസ് വരുന്നത് എങ്ങനെയാ? ഇത് 2.5 ഇഞ്ച് ഇവിടെ കൊടുക്കാനുണ്ട്. പിടിക്കാൻ പോണേ ഈ ഒരു വെറൈറ്റി ഏതാ? ഇത് നോർമല് നൈഫ് ഫിഷ് ആണ്. എന്താണ് പേര്? നോർമലി നൈഫ് ഫിഷ്. പേരെന്താ പറഞ്ഞ? നൈഫ് ഫിഷ്. കത്തി പോലെ നല്ല മറ്റേ വാളേന്റെ വേറൊരു മോൺസ്റ്റർ ടാങ്കിൽ ഇടാൻ പറ്റിയ സാധനം. നല്ല വലുപ്പം വെക്കുന്ന തന്നെയല്ലേ. ഇത് നമുക്കിവിടെ കൊടുക്കാനുണ്ട് അല്ലേ. ഫ്രണ്ട്സ്, നമ്മള് കുറെ വെറൈറ്റീസ് തന്നെ നമ്മൾ കുറെ കണ്ട്. ഞാൻ തന്നെ കാണാത്ത കുറെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ നിങ്ങൾ കാണാത്ത കുറെ വെറൈറ്റീസ് അവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊക്കെ സത്യം പറഞ്ഞ എപ്പോഴാട്ടോ ഈ ഒരു വെറൈറ്റീനെ പറ്റി കേൾക്കുന്നത്. കാരണം വെച്ചാല് നമ്മളിപ്പോ കോയിഫിഷ് ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ വെറൈറ്റി ഒക്കെ വേറെ ഉണ്ടെന്ന് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. പക്ഷെ ചെന വെറൈറ്റിയിൽ ഇത്ര ഉണ്ടെന്നുള്ള നമുക്ക് അറിയില്ല. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. ഇനി ഈ ഒരു ഫാം ഒന്ന് സെറ്റപ്പ് ആക്കുന്നുണ്ടല്ലേ മൊത്തം ഒന്ന്. നമ്മളെന്നും ഫാം തുടങ്ങി പണി തന്നെയാണ്, ഓരോ ദിവസം പണി തന്നെയാണ്. എല്ലാ പണി കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ പതുക്കെ ചെയ്യണമെന്നുള്ളു. ഓക്കെ, അപ്പം നമ്മളിപ്പോ കുറെ ആദ്യം തന്നെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും എന്താ പറയാ വേറൊരു വീഡിയോ ആയിട്ട് വരും. ഇത് ഫുൾ എന്തൊക്കെയോ സെറ്റപ്പ് ആക്കിയിട്ട് വെറൈറ്റി ചെന വെറൈറ്റി ഒക്കെ എത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ താഴെ നമ്പർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൊറിയറിൽ അയക്കാൻ പറ്റുന്ന അയച്ചു തരും. പിന്നെ അല്ലാത്ത ഇവിടെ വാട്സപ്പ് ഒരു ചാനൽ ഉണ്ട്. വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചാനലിന്റെ ലിങ്ക് എല്ലാം കിട്ടും അല്ലേ. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ വെറൈറ്റീസ് എല്ലാം ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. വില എല്ലാം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ മുഴുനീളം നമ്മളെ വീഡിയോസിൽ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.